ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകളാണ്. അതേ ആ മകളെ സുബൈർ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തത് പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുന്നു. അവിടുന്ന് വിവാഹം ചെയ്തു കൊടുത്തു മോളെ അസ്മാ. ബാപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ മോളെ അബൂബക്കറിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് ഫലമില്ല, സിദ്ദീഖിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നാം ഖലീഫയുടെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ മറിച്ച് ഞാൻ നിന്നെ വിവാഹം ചെയ്തു വിടുന്നത് ഏൽപ്പിക്കുന്നത് സുബൈറിന്റെ കയ്യിലേക്കാണ്. ഓളെ സുബൈറിന്റെ കാലിന്റെ ചുവട്ടിലാണ് നിങ്ങളുടെ സ്വർഗം കിടക്കുന്നത്. പൂർണ്ണമായും സുബൈറിന്റെ പൊരുത്തം നേടണേ. പാതിരാ സമയത്ത് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് കിടന്നുറങ്ങുന്നു. പക്ഷേ രാത്രിയതാ പെട്ടെന്ന് ഭർത്താവ് എഴുന്നേൽക്കുന്നു. ഭാര്യയെ കാണാനില്ല. നമ്മുടെ ഭാര്യയെ രാത്രി കണ്ടില്ലെങ്കിൽ പല സംശയങ്ങളല്ലേ. സുബൈർ റളിയല്ലാഹു അൻഹു പിന്നെ ആ സംശയമല്ല, നേരെ മറിച്ച് എന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ പോയി, എന്ത് സംഭവിച്ചു? അതാ പുറത്തിറങ്ങി നോക്കുന്നു. ആ സമയത്ത് മഹ്ദിയായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ, അസ്മാ ബീവി അവിടുന്ന് വലിയ പാത്രത്തിൽ വെള്ളം ചുമന്നു കൊണ്ടുവരുന്നു. തലയിൽ വലിയ വെള്ളം പിടിച്ചോടി ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചുമന്നു ഏറ്റി വരുന്നത് കാണുമ്പോ സുബൈർ റളിയല്ലാഹു അൻഹു ഫബക്കാ ബുകാഅൻ ശദീദാ, അവിടുന്ന് കരഞ്ഞിട്ട് അടുത്ത് ചെന്ന് ഭാര്യയുടെ കൈപിടിച്ച് സലാം പറയുന്നു. അസ്മാ, എന്തേ മോളെ, എന്തേ രാത്രി ഒറ്റയ്ക്ക് പോയത്, എന്തേ എന്നെ വിഷമിപ്പിക്കുന്നത്? സിദ്ദീഖ് തങ്ങളുടെ മകളല്ലേ നിങ്ങൾ, ഇത്രയും വലിയ പാത്രത്തിൽ വെള്ളം പിടിച്ചിട്ട് എന്തേ നിങ്ങൾ വരുന്നത്, എന്ത് പറ്റിപ്പോയി? അവിടുന്ന് പറയുന്നു, അസ്മാ, അവിടുന്ന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ വാപ്പ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ പൊരുത്തമാണ് വിജയത്തിന്റെ കവാടമല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരാൻ വീട്ടിൽ വെള്ളമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങില്ല, നിങ്ങളതാ എഴുന്നേറ്റ് വെള്ളത്തിന് പോകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉറക്കിയതാണ്, എന്നിട്ടും എല്ലാം അറിയാതെ എഴുന്നേറ്റ് പോയതാണ്. എങ്ങനെയാ നിങ്ങൾ ഉണർന്നത്? രാവിലെ ചായ ഉണ്ടാക്കി തരാനും നിങ്ങളെ വാഹനം കഴുകാനുമൊക്കെ അതിനു വേണ്ടി വെള്ളം കൊണ്ടുവരികയാണ്. സുബൈർ റളിയല്ലാഹു അൻഹുവിനോട്, എന്റെ ഭർത്താവേ, നിങ്ങളൊക്കെ സ്വർഗത്തിലൂടെ പാടിക്കളിക്കുമ്പോ റഹ്മത്തിന്റെ മലക്കുകൾ നിങ്ങളെ കൈപ്പിടിച്ചു കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും അപാകതകൾ എന്റെ അരികിൽ വന്നാൽ, എന്റെ അരികിൽ സംഭവിച്ചാൽ അത് മാപ്പ് തന്ന് എന്റെ കൈപ്പിടിച്ചു കൊണ്ടുപോകണേ. എന്റെ സ്ത്രീകളെ, ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഇതാണ്